ഇറാന്റെ നാവികസേനയും വ്യോമസേനയും പൂർണ്ണമായി തകർത്തെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിരവധി വിമാനങ്ങൾക്കും കപ്പലുകൾക്കും കേടുപാടുകൾ വരുത്തി. ഇറാന് തിരിച്ചടിക്കാനുള്ള ശേഷി കുറഞ്ഞതായും അവകാശവാദം. The United States military, together with the wonderful Israeli partners, continues to totally demolish the enemy far ahead of schedule and at levels that people have never seen before, actually. We're destroying more of Iran's missiles and drone capability every single hour, knocking them out like nobody thought was possible. Their navy is gone. 24 ships in 3 days. That's a lot of ships. Their anti-aircraft weapons are gone, so they have no air force, they have no air defense. All of their airplanes are gone. Their communications are gone. Missiles are gone, launches are gone, about 60% and 64% respectively. Other than that, they're doing quite well. I said, what's left? But they're tough and they want to fight. And they're calling, they're saying, how do we make a deal? I said, you're being a little bit late. And we want to fight now more than they do. And I'm once again calling on all members of the Iranian Revolutionary Guard, the military and the police, to lay down their arms. They're only going to be killed. And now is the time to stand up for the Iranian people and help take back your country. You're going to have a chance after all these years to take back your country. Accept immunity. We'll give you immunity. And we'll be giving you really the right side of history, because that's what it is. So you'll be perfectly safe with total immunity, or you'll face absolutely guaranteed death. And I don't want to see that. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തള്ളി ഇറാൻ വേണ്ടി വന്നാൽ നീണ്ട യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. ഇതുവരെ പുറത്തെടുക്കാത്ത അത്യാധുനിക ആയുധങ്ങൾ കൈവശമുണ്ടെന്നുമാണ് അവകാശവാദം. അതേസമയം കരയുദ്ധം നടത്താനുള്ള ഇറാന്റെ വെല്ലുവിളി ട്രംപ് സ്വീകരിച്ചില്ല. ഇറാൻ പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ കരയുദ്ധം നടത്തുന്നത് കൊണ്ട് പ്രയോജനമില്ലെന്ന് ട്രംപ് NBC ന്യൂസിനോട് പ്രതികരിച്ചു. ഇതിനിടെ USഉം ഇസ്രായേലും ഇറാനിലേക്ക് നടത്തുന്ന ആക്രമണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതായി ഇസ്രായേൽ മിലിറ്ററി ചീഫും അറിയിച്ചു. ലെബനൻ പട്ടണങ്ങളിൽ ഇസ്രായേലി ജെറ്റുകൾ വ്യാപകമായി ബോംബാക്രമണം നടത്തി. തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലാണ് രൂക്ഷമായ ആക്രമണം. സംഘർഷം ആഗോള വ്യാപാര ഊർജ്ജ വിതരണങ്ങളെയും തടസ്സപ്പെടുത്തുന്നു. യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകി. ഗൾഫിലെ പ്രധാന ഉൽപ്പാദന കേന്ദ്രങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ പ്രവർത്തനം നിർത്തുമെന്നും ഖത്തർ സൂചന വ്യക്തമാക്കുന്നു. ഇറാനിൽ നിന്ന് നയതന്ത്രജ്ഞരെ പിൻവലിക്കുകയാണെന്ന് അസർബൈജാൻ അറിയിച്ചു. അസർബൈജാനിൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന ആരോപണം ഇറാൻ നിഷേധിച്ചു. മനു ഭരത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനു, ട്രംപ് ഇനി ലക്ഷ്യം വെക്കുന്നത് ക്യൂബയാണെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ ഇറാൻ ആവട്ടെ ട്രംപിന്റെ വാദങ്ങൾ തള്ളുകയും ചെയ്യുന്നുള്ളൂ. ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ എന്താണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വാർത്ത എല്ലാവരെയും ഒരല്പം ആശങ്കപ്പെടുത്തുന്നതാണ്. ടെഹ്റാനിലെ നിലോഫർ സ്ക്വയറിൽ ഒരു എലിമെൻ്ററി സ്കൂളിന് നേരെ ആക്രമണം നടത്തുന്നു എന്ന ആരോപണമാണ് ടെഹ്റാൻ ഉന്നയിക്കുന്നത്. ഇറാൻ ഫോറിൻ മിനിസ്ട്രി, അതായത് വിദേശകാര്യ മന്ത്രാലയമാണ് ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. അവിടുത്തെ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ഭഗൈ പറയുന്നത് ടെഹ്റാനിലെ നിലോഫർ സ്കൂളിലെ എലിമെൻ്ററി സ്കൂളിന് നേരെ ആക്രമണം നടത്തുന്നു, ഇതിന് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണ് എന്ന് പറയുന്നു. അതേസമയം ഇസ്രായേൽ ഇപ്പോൾ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 50 ഫൈറ്റർ ജെറ്റുകളുടെ ഒരു ആക്രമണം ടെഹ്റാന് നേരെ നടത്തി. അത് പ്രധാനമായും ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കർ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇത് നേരത്തെ അന്തരിച്ച അല്ലെങ്കിൽ നേരത്തെ കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖംനെയിയുടെ ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കറാണ്. അതിനകത്ത് പലവിധ സംവിധാനങ്ങളുണ്ട്. സീനിയറായിട്ടുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അതുപോലെ മറ്റ് ആളുകളും ഒക്കെ തുടരുന്നൊരു കേന്ദ്രം എന്ന നിലയിലാണ് ഈ ബങ്കർ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. ഇത് മധ്യ ടെഹ്റാനിൽ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് പ്രധാനമായും യോഗങ്ങൾ നടക്കുകയും അതുപോലെ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ സുരക്ഷ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ ബങ്കറാണ് 50ഓളം ജെറ്റുകളുടെ പ്രവർത്തന ഫലമായി അവിടേക്ക് ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കറിലേക്ക് ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നുവെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, ഇറാൻ ഇപ്പോൾ വേറൊരു വിശദാംശം പുറത്തുവിടുന്നത് ഇറാൻ പ്രസിഡന്റ്
തന്നെ മസൂദ് പെഷ്കിയാൻ തന്നെ പറയുന്ന ഒരു കാര്യം, ഒരു മധ്യസ്ഥ ശ്രമം ഇപ്പോൾ ആരംഭിക്കണം. ഇസ്രായേൽ US ആക്രമണങ്ങൾ നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മധ്യസ്ഥ ശ്രമം ആരംഭിക്കണം. ഇറാൻ സമാധാനം ആഗ്രഹിക്കുന്നു. അവിടെ ഈ പ്രദേശത്ത് മധ്യേഷ്യയിലും പൂർണ്ണമായും ശാന്തതയും സമാധാനവും കൈവരിക്കണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു. അത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അസന്നിഗ്ധമായി തന്നെ ഇറാൻ പറയുകയാണ്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരവും അതുപോലെ അതിൻ്റെ അഖണ്ഡതയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തിരിച്ചടിക്കുന്നു. പക്ഷേ പൂർണ്ണമായും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു മധ്യസ്ഥ ശ്രമം ഉണ്ടാകണം എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെക്ഷേഷിയാൻ തന്നെ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ ലെബനനിലേക്ക് കടുത്ത ആക്രമണം നടക്കുന്നു. ലെബനനിലേക്ക് കടുത്ത ആക്രമണം നടക്കുന്നതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ ഹെസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടക്കും എന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ലെബനനിലെ ഈ ഹെസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടക്കുന്നത്. അവിടെ 5 പേർ കൊല്ലപ്പെട്ടതിൻ്റെ ഒരു വിവരം ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. 7 പേർക്ക് പരിക്കേറ്റതിൻ്റെ ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റതായ വിവരം പുറത്തു വരുന്നു. ഇറാൻ ഡിഫൻസ് കൗൺസിൽ മെമ്പർമാർ ഇപ്പോൾ യോഗം ചേർന്നിരിക്കുന്നു. അവിടെ ഇറാഖി കുർദിസ്ഥാനിലേക്ക് ആക്രമണം നടത്തുന്നതിന് സാധ്യതയാണ് നിലനിൽക്കുന്നത്. യുദ്ധം 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മനുഭരത്താണ് ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യയിൽ ഇറാനുമായുള്ള സംഘർഷത്തിന് ശേഷം തങ്ങൾ ക്യൂബയെ ലക്ഷ്യം വെക്കുന്നെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ക്യൂബൻ ഭരണകൂടം നിലവിൽ അമേരിക്കയുമായി ഒരു കരാറിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് സംഭവിക്കുമെന്നത് തന്നെയാണ് പ്രതീക്ഷ. പശ്ചിമേഷ്യയിൽ ഇറാനുമായുള്ള സംഘർഷം പരിഹരിക്കുന്നതിലാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. And you've been doing a fantastic job on a place called Cuba. Right? And A-Rod came in before. I said, hey, do you want to come up to a little award? He's gone to plenty of award ceremonies. Thank you, A-Rod. Big fan. But what's happening with Cuba is amazing. And we think that we want to finish this one first, but that will be just a question of time before you and a lot of unbelievable people are going to be going back to Cuba. Hopefully not to stay. We want you back, and we don't want to lose you. We don't want to make it so nice that they stay. But some people probably do want to stay. They love Cuba so much. I hear it all the time. That was another one that wasn't supposed to happen. Venezuela is going great. It's been stabilized. We have a wonderful person as your president-elect, Delcy Rodriguez, and she and her staff have been doing a fantastic job working with us. We're taking out hundreds of millions of barrels of oil, and it's going to Houston and various other places where it's being refined, and we're sending them back far more money than they've made in many years, and actually very shortly it'll be more money than they've ever made. And Venezuela is working. So we've had a lot of countries in places that truly love, you would say football, I would say soccer.